ഇതേപോലെ മറ്റൊരു വിഷയമാണ് ഈ കഫാറത്തുകൾ. കഫാറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തങ്ങളാണ്. പ്രായശ്ചിത്തങ്ങൾ എന്തിനാ? ചില തെറ്റുകൾ അത് ചെയ്താൽ ആ തെറ്റിനെ മായ്ക്കാനും മറക്കാനുമുള്ള വിഷയമാണ് കഫാറാത്ത്. ചില കഫാറത്തുകൾ, ഇപ്പോൾ നോമ്പുകാരൻ്റെ കഫാറാത്ത്, അതേപോലെ ബിഹാർ ചെയ്താലുള്ള കഫാറാത്ത്, അതേപോലെ മനുഷ്യവധം നടത്തിയാൽ കഫാറത്ത്, അതേപോലെ സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള കഫാറത്ത്, നേർച്ച നേർന്നത് ലംഘിച്ചാലുള്ള കഫാറത്ത്. ഇതിനൊക്കെ അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളതുണ്ട്. അടിമകളെ മോചിപ്പിക്കാത്തതും മറ്റു മാർഗവും ഉണ്ട്, പക്ഷേ അടിമമോചനം ഇതിലൊക്കെ ഉണ്ട്. നമുക്കറിയാം, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകൽ നോമ്പുകാരായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലല്ലോ ദമ്പതികൾ. അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അപരാധമാണ്. തൗബയും പാപമോചനത്തേട്ടവും നടത്തിയതിന് ശേഷം പ്രായശ്ചിത്തം ചെയ്യണം. എന്താ ഒന്നാമത്തെ പ്രായശ്ചിത്തം? ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭാര്യയോട് ബിഹാർ ചെയ്താൽ, ഭാര്യയെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരോട്, ഉദാഹരണം ഉമ്മ ഉപമിച്ച്, ഉമ്മ എനിക്ക് നിഷിദ്ധമെന്ന പോലെ നീ എനിക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതാണ് ബിഹാർ, കൊടിയ കുറ്റാണ്. അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? അടിമയെ മോചിപ്പിക്കുക എന്നുള്ള വിഷയമാണ്. ഇതേപോലെ തന്നെ മനുഷ്യവധം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ, സത്യം ചെയ്തത് ഒരാൾ ലംഘിച്ചാൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ, നേർച്ചയിൽ ലംഘനം നടത്തിയാൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിലൊക്കെ ആ കുറ്റം മായ്ക്കപ്പെടാനും പൊറുക്കപ്പെടാനും പ്രായശ്ചിത്തം പറഞ്ഞപ്പോൾ അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ അടിമകൾ പുറത്തു പോകാൻ, മോചിതരാകാനുള്ള വിഷയമാണ്. ഇതിൽ ഈ ചില കഫാറത്തുകളുണ്ടല്ലോ, കടുത്ത പ്രായശ്ചിത്താണ്. ആ കടുത്ത പ്രായശ്ചിത്തത്തിൽ നോക്കി നിങ്ങൾ, ഇപ്പോൾ റമദാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് കടുത്ത പ്രായശ്ചിത്താണ്. തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ചെയ്ത തെറ്റെത്ര കടുത്തതാണ്, അതിൻ്റെ പ്രായശ്ചിത്തം എത്ര കടുത്താണ്. അവിടെയും പ്രഥമമായി പറഞ്ഞത് ഒരടിമയെ മോചിപ്പിക്കുക എന്നാണ്. ഇനി പ്രായശ്ചിത്തം താരതമ്യേന മുഖഫഫായതുണ്ട്, ലഘുവായ പ്രായശ്ചിത്തമുണ്ട്. ആ ലഘുവായ പ്രായശ്ചിത്തത്തിൽ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സത്യം ചെയ്തത് ലംഘിച്ചാൽ ഒന്നുകിൽ 10 മിസ്കീന്മാർക്ക് മാന്യമായ ഭക്ഷണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കൽ. ഇതിൽ 3-1 സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഇത് 3ഉം കണ്ടെത്തിയിട്ടില്ലെങ്കിലാണ് 3 ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞത്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ പ്രായശ്ചിത്തം താരതമ്യേന തൊട്ടുമുമ്പ് കേട്ട പ്രായശ്ചിത്തത്തെ അപേക്ഷിച്ച് നോക്കൂ നിങ്ങൾ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്ന വിഷയമാണ്. അവിടെ പറഞ്ഞത് അടിമയെ മോചിപ്പിക്കൽ. അപ്പോൾ കടുത്ത പ്രായശ്ചിത്തത്തിലും ലഘുവായ പ്രായശ്ചിത്തത്തിലൊക്കെ അടിമയെ മോചിപ്പിക്കുന്ന വിഷയം പറഞ്ഞു. ഇതെന്താണ് അറിയിക്കുന്നത്? ഒരു അടിമയെ നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണോ ഇസ്ലാം? അതല്ല, അടിമയെ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നത് അനുശാസിക്കുന്ന മതമാണോ ഇസ്ലാം? ഇതേപോലെ ഇനി ഇപ്പോൾ നേർച്ച നേർന്നാൽ, യൂഫൂന ബിൻ നദർ, ഒരാൾ തൻ്റെ കീഴിലുള്ള അടിമയെ മോചിപ്പിക്കാൻ നേർച്ച നേർന്നാൽ ആ നേർച്ച വീട്ടൽ നിർബന്ധമായി. അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്, പുണ്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. പക്ഷേ ഒരാളെ നേർച്ച നേർന്നാൽ അടിമയെ മോചിപ്പിക്കൽ നിർബന്ധമായി. അനുവദനീയം എന്നത് നിർബന്ധമാകും നേർച്ചയിലൂടെ, മനസ്സിലായോ? അതേപോലെ നേർച്ച തീർന്നാൽ അത് ലംഘിച്ചാലുള്ള വിഷയം, സത്യം ചെയ്ത് ലംഘിച്ചാലുള്ളതുപോലെ തന്നെയാണ്. ഇവിടെ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നോക്കി നിങ്ങൾ, പ്രസവിച്ചാൽ ഒരു അടിമ സ്ത്രീ യജമാൻ്റെ ഇണയായിട്ടുണ്ട്, മിൽക്ക് യമീനായിട്ടുണ്ട് എങ്കിൽ ഈ അടിമ പ്രസവിച്ചാൽ, ആ സ്ത്രീ പ്രസവിച്ചാൽ, യജമാനൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു വാക്ക്, ഇദാ വലദത് ഉമ്മുൽ വലദ് മിൻ സയ്യിദിഹാ ഫഖദ് അതഖത് വ ഇൻ കാന സിഖതൻ എന്നാണ്. ഏതൊരു വ്യക്തിയുടെ വെള്ളാട്ടിയാണോ അടിമപ്പെണ്ണാണോ പ്രസവിക്കുന്നത്, ആ പ്രസവത്തോടു കൂടി അവൾ മോചിതയായി. ഇനി ആ പ്രസവിക്കപ്പെട്ട നവജാത ശിശു ചാപ്പിള്ളയാണെങ്കിലും ശരി, ഒരു അടിമപ്പെണ്ണ് പ്രസവിച്ചു, ചാപ്പിള്ളയാണ് പ്രസവിച്ചത്, എന്നാലും ആ സ്ത്രീ മോചിതയായി എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിടെ പറയുന്നത്. അതിലൊക്കെ കുറേ ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിലായി. അപ്പോൾ പ്രസവം ഒരു അടിമ സ്ത്രീക്ക് സ്വതന്ത്രയാകാനുള്ള മാർഗമാക്കി നിശ്ചയിച്ചു നമ്മുടെ ദീൻ. തിരുസവിധത്തിലേക്ക് ഈ ഒരു മഹദി വരുന്നുണ്ട്. ഒരടിമ സ്ത്രീയുടെ വിഷയത്തിൽ യജമാനൻ മരിച്ചു, ഹുബാബ് ഇബ്നു അംറാണ് മരിച്ചത്, യജമാനൻ മരിച്ചു. ഹുബാബ് ഇബ്നു മുൻദിറിന് ഉണ്ടായ അടിമപ്പെണ്ണ്, ഇയാൾ മരിച്ചപ്പോൾ
ഈ അടിമ പെണ്ണ് സ്വതന്ത്രമാകുമല്ലോ, അതല്ല ഇസ്ലാം പഠിപ്പിക്കണത്. പക്ഷേ അവളെ അടിമയാക്കി വിൽക്കും എന്നൊരു സ്ത്രീ പറയാണ്. അപ്പോൾ ഈ അടിമ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, എൻ്റെ യജമാനൻ മരിച്ചു, ഞാൻ അയാളിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ച പെണ്ണാണ്, എന്നെ ഇനിയും അടിമയാക്കി വിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തുബാ വ അമറ ബിഹാ ഫഉതിഖത്, അവൾ വിൽക്കപ്പെടാൻ പാടുള്ളതല്ല, അവരെ മോചിതയാക്കാൻ കൽപ്പിച്ചു, അങ്ങനെ അവർ സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം തബ്രാനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ വായിക്കുന്നൊരു വിഷയമാണിത്. ഇതേപോലെ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ഒരടിമയെ ഒരാൾ തംസീൽ ചെയ്തു, തംസീൽ ചെയ്താണ് ഒരാളെ വികൃതമാക്കിയാൽ, ഒരടിമയെ ആരെങ്കിലും വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ, മൂക്ക് ചെത്തി, ചെവി ചെത്തി, അല്ലെങ്കിൽ ആ വിരലുകൾ മുറിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇതാണ് മൻ മുസ്സില ബിഹ ഉഹുരിക ബിന്നാർ ഫഹുവ ഹുർറുൻ എന്നാണ്. അതോടുകൂടി അയാൾ സ്വതന്ത്രനാണ്. അടിമയോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല വിഷയങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ ഇതിൻ്റെ കുറേ വിഷയങ്ങൾ ഞാൻ ഇത് പരത്തി പറയല്ല, കാരണം അതൊരു വലിയ നീണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്.